കൊച്ചിയിലെ ഹോട്ടലിൽ നടന്ന ദുരന്തത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന ഇഡലി കഫേ എന്ന റെസ്റ്റോറൻറ്റിലാണ് സ്റ്റീമർ പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായത്. അല്പസമയം മുൻപാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഉടനെ തന്നെ വളരെ വേഗത്തിൽ തന്നെ നാട്ടുകാരൊക്കെ ഓടിക്കൂടിക്കുന്നു. പോലീസുകാർ, ഫയർഫോഴ്സൊക്കെ സ്ഥലത്തെത്തി വേഗത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ഒരാളുടെ മരണം സംഭവിച്ചു. റിനെ മെഡിസിറ്റിയിലേക്ക് എത്തുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടമായി. പശ്ചിമബംഗാൾ സ്വദേശിയായ സുമിത്താണ് ഈ അപകടത്തിൽ മരിച്ചയാൾ. മറ്റ് 4 പേരെ ലിസി ആശുപത്രിയിലും എറണാകുളം ജനറൽ ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഒരാളുടെ നില അല്പം ഗുരുതരമെന്ന് മനസ്സിലാക്കുന്നു. മറ്റു 3 പേരുടെ പരിക്കുകൾ വേഗത്തിൽ ഭേദമാകാവുന്നതേ ഉള്ളൂ എന്നാണ് മനസ്സിലാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സ്റ്റീമർ പൊട്ടിത്തെറിച്ച് തിളച്ച വെള്ളം തെറിച്ചാണ് അപകടമുണ്ടായത്. അതിൻ്റെ ആഘാതത്തിൽ തലയ്ക്ക് കൂടി സുമിത്തിന് പരിക്കേറ്റിരുന്നു എന്നാണ് അറിയുന്നത്. രാഗിൻ തുടരുകയാണ്. രാഗിൻ, കൂടുതൽ പോലീസോ അല്ലെങ്കിൽ ഫയർഫോഴ്സിൻ്റെ ആളുകളോ അങ്ങോട്ടേക്ക് വരുന്നുണ്ടോ? എന്താണ് ഈ അപകട കാരണം എന്നതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ ഈ ഗുരുതരാവസ്ഥയിലുള്ള ആളെ കൃത്യമായി ഏത് ആശുപത്രിയിലാണ്, അവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ ആശുപത്രി അധികൃതർ അറിയിക്കുന്നുണ്ടോ? സമയം കുറച്ചേ ആയിട്ടുള്ളൂ, കൂടുതൽ വിവരങ്ങളൊക്കെ കിട്ടിവരാൻ സമയമെടുക്കും. എന്നാലും ഏറെക്കുറെ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. 5 പേരാണ് അപകടത്തിൽപ്പെട്ടത്. 5 പേരും ഇതര സംസ്ഥാനക്കാരാണ്. നാഗാലാൻഡ് സ്വദേശിയുണ്ട്, അതോടൊപ്പം തന്നെ ഒഡീഷ സ്വദേശിയുണ്ട്. കൂടാതെ ഇപ്പോൾ മരിച്ചിരിക്കുന്നത് പശ്ചിമ ബംഗാൾ സ്വദേശിയായിട്ടുള്ള സുമിത്താണ്. 6 മാസം മുൻപാണ് ഈ ഹോട്ടൽ തുടങ്ങുന്നത്. ഇതിൽ ഈ അപകടത്തിലേക്ക് നയിച്ച കാരണങ്ങൾ അത് നമുക്ക് നേരത്തെ CI പറഞ്ഞു. അത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള പരിശോധന ഉണ്ടാവും. ഒരു കോമ്പറ്റിംഗ് അതോറിറ്റിയും അതോടൊപ്പം തന്നെ പോലീസും അതോടൊപ്പം ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ ചേർന്നുള്ള സംയുക്ത ഒരു പരിശോധന അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. ഇപ്പോൾ ഒരാളാണ് മരിച്ചിരിക്കുന്നത്. അല്പസമയം ഏകദേശം ഒരു 4:30 കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ആ കാണുന്ന ഈ ഇഡലി കഫേ എന്ന് പറയുന്നതിന്റെ ഇടതുഭാഗത്ത് കിച്ചൺ ഭാഗത്താണ് സ്റ്റീമർ വെച്ചിരുന്നത്. സ്റ്റീമറാണ് പൊട്ടിത്തെറിച്ചത്. ആവി കയറ്റാനൊക്കെ ഉപയോഗിക്കുന്ന വസ്തുവാണ്. അതാണ് വലിയ ശബ്ദത്തോടു കൂടി പൊട്ടിത്തെറിച്ചത്. ആ ഘട്ടത്തിൽ പലരും ഇവിടെ ചായ കുടിക്കാനും മറ്റുമൊക്കെ വന്നിരുന്നു. അവർ തൊട്ടപ്പുറത്തെ വലതുവശത്താണ് ഇരുന്നിരുന്നത്. കാരണം ഇതിന്റെ കിച്ചണും ഈ ആളുകൾക്ക് ഇരിക്കാവുന്ന സ്ഥലവും തമ്മിൽ അല്പം ദൂരവ്യത്യാസമുണ്ട്. അങ്ങനെ പൊട്ടിത്തെറി ഉണ്ടായപ്പോൾ വേഗത്തിൽ തന്നെ ഇവിടുന്ന് ആളുകളെ മാറ്റി കൂടുതൽ ആംബുലൻസുകൾ സ്ഥലത്തെത്തി. എന്തുകൊണ്ടാണ് എത്തിയതെന്ന് വെച്ചാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പേർ വരുന്നൊരിടമാണ്. അങ്ങനെ കൂടുതൽ പേർ ഇതിൽ ഉൾപ്പെട്ട് എന്ന സംശയമുണ്ടായിരുന്നു. അങ്ങനെ ആണ് കൂടുതൽ ആംബുലൻസുകൾ ഇവിടേക്ക് വന്നത്. എന്തായാലും 5 പേരെ ഇവിടെ നിന്ന് മാറ്റുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പരിക്കേറ്റത് ഹെഡ് ഇഞ്ചുറി അടക്കം ഉണ്ടായിട്ടുള്ള ആ സുമിത്തിനെയാണ് വേഗത്തിൽ തന്നെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ അവിടെ എത്തിയപ്പോൾ ഘട്ടത്തിൽ തന്നെ മരണം സംഭവിച്ചിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. മറ്റ് 4 പേർ കൂടി ഉണ്ടായിരുന്നു. അതിലൊരാളുടെ നില അല്പം ഗുരുതരമാണ്. മറ്റു 3 പേർ ആശുപത്രികളിൽ ചികിത്സയിലാണ്. വലിയ പൊട്ടിത്തെറിയോടുകൂടിയാണ് ഈ കലൂർ സ്റ്റേഡിയം ഗ്രൗണ്ടിലുള്ള ഇഡലി കഫേ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ ഒരു ബ്ലാസ്റ്റ് ഉണ്ടാകുന്നത്. ഈ ഒരു വസ്തുവിന് തൊട്ടടുത്തുള്ള സ്ഥലത്താണ് സംഭവം ഉണ്ടാകുന്നത്. ഇപ്പോഴും പലയിടങ്ങളിലുമൊക്കെ തന്നെ രക്തം പൊട്ടിത്തെറി ഉണ്ടായതും ഒരാൾക്ക് ജീവൻ നഷ്ടമായതും 4 പേർക്ക് പരിക്കുണ്ട്. അതിൽ ഒരാൾ ഗുരുതരാവസ്ഥയിൽ ഇപ്പോഴും ചികിത്സയിൽ തുടരും. ഫോറൻസിക് അടക്കമുള്ള എല്ലാവിധ പരിശോധനകളും ഉണ്ടാവും. ഇല്ല, പ്രേമാവസ്ഥ നമ്മളിവിടെ അപകടം ആൾക്കാരെ അവിടുന്ന് മൂവ് ചെയ്യാന്നുള്ളതാണ് പ്രധാന കാര്യങ്ങളായിട്ട് ചെയ്തത്. പിന്നെ സീൻ കാർഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള നടപടികൾ പിന്നീടാണ്. ജീവനക്കാരെ സംസാരിക്കേണ്ടതുണ്ട്. അവരെ പിന്നീട് ഈ പറഞ്ഞ ആൾക്കാർ അവർക്ക് ഓൾറെഡി പാനിക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ അവരൊന്ന് സ്റ്റേബിളായിട്ട് വേണം അവരുടെ കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട്. ഓക്കെ, താങ്ക് യു. ഏകദേശം 55ഓളം ജീവനക്കാർ, അതിൽ ഏറിയ പങ്കും നാഗാലാൻഡിൽ നിന്നും അസമിൽ നിന്നുമൊക്കെയുള്ള ആളുകളാണ് അവിടെ ജോലിക്കുണ്ടായിരുന്നത്. മരിച്ച സുമിത്ത് പശ്ചിമബംഗാൾ സ്വദേശിയുമാണ്. മറ്റ് 4 പേരാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. അശ്വിൻ ദീപക് എന്ന ചെറുപ്പക്കാരൻ തുടങ്ങി വളരെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ ഏറ്റവും മികച്ച രീതിയിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിമാർ വരെ അവിടെ ഭക്ഷണം കഴിക്കാൻ എത്തിയിരുന്നു. അങ്ങനെ പ്രമുഖരൊക്കെ എത്തുന്ന വളരെ ശ്രദ്ധേയമായൊരു കടയായി മാറിയതാണ്. പക്ഷേ ഓപ്പൺ കിച്ചൺ ആയിരുന്നു. എല്ലാവർക്കും കൃത്യമായി അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ അത്രയേറെ കൃത്യതയോടൊക്കെ മുന്നോട്ട് പോയിരുന്നതാണ് ഈ സ്ഥാപനത്തിലെ പങ്കെടുത്തവരും അല്ലെങ്കിൽ അവിടേക്ക് എത്തിയിട്ടുള്ളവരൊക്കെ പറയുന്ന അങ്ങനെ ഒരു സ്ഥലത്താണ്. പക്ഷേ ദൗർഭാഗ്യകരമായ ഇങ്ങനൊരു അപകടം സംഭവിച്ചത്. സ്റ്റീമർ പൊട്ടിത്തെറിക്കുകയും ഒരാളുടെ മരണത്തിലേക്ക് ആ അപകടം ചെന്നെത്തുകയും ചെയ്തിരിക്കുന്നു. 4 പേർ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. രാഗിൻ തുടരുകയാണ്. രാഗിൻ, ഇപ്പോൾ പോലീസുകാരൊക്കെ സ്വാഭാവികമാണ്, എനിക്ക് തോന്നുന്നു ജീവനക്കാരും അതിൻ്റെ നടത്തിപ്പുകാരും ഒക്കെ വല്ലാത്തൊരു ആഘാതത്തിലായിരിക്കും. എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചറിയേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ ഈ വിഷ്വലിൽ കാണുമ്പോൾ തന്നെ കൃത്യമായ അല്ലെങ്കിൽ കൂടുതൽ സ്ഥലവും ഒക്കെയുള്ള ഒരു കിച്ചണാണ്. അവിടെ എങ്ങനെ അങ്ങനെ ഒരു അപകടം സംഭവിച്ചു എന്നതാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം.